ഹായ്, സ്റ്റിച്ചിങ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്കൊരു ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചിൽ ഒരു സിമ്പിൾ സ്റ്റിച്ച് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ലോങ് ആൻഡ് ഷോർട്ട്. ഒരു ലോങ് ഷോർട്ട്, ഒരു ലോങ് സ്റ്റിച്ച്, പിന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ച്. അങ്ങനെ എടുത്ത് നമുക്കൊരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വർക്ക് എങ്ങനെ എംബ്രോയ്ഡറിയിൽ ചെയ്യാം, ഹാൻഡ് എംബ്രോയ്ഡറിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുന്നത്. ഇത് നമുക്ക് വീട്ടമ്മമാർക്ക് സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റിച്ചാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ആദ്യം നമ്മളൊരു ലോങ് സ്റ്റിച്ച് എടുക്കുക, അതിനുശേഷം ഒരു ഷോർട്ട് സ്റ്റിച്ച് എടുക്കുക. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ലീഫും പിന്നെ ഫ്ലവറും ചെയ്തിരിക്കുന്നത്. വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സ്റ്റിച്ചാണിത്. ഞാനിത് 4 ലെയർ നൂലിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലെയറിട്ട് ചെയ്ത അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ 4 ലെയറിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് 4 ലെയറിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോട്ടൺ ത്രെഡ് ഉപയോഗിക്കുന്നതിനേക്കാളും എംബ്രോയ്ഡറി നൂല് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്ലേസിങ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടോപ്പിലോ അല്ലെങ്കിൽ പില്ലോ കവറിലോ ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിങ്ങുള്ള നൂലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഭംഗി ഇരട്ടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലേസിങ്ങുള്ള നൂലിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ, ഈ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് ബട്ടർഫ്ലൈ വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റും. വിവിധ കളറിലുള്ള നൂലുകൾ, അധികം നൂലുകൾ ഉപയോഗിച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് പൂമ്പൊടികൾ ചെയ്തിട്ടുണ്ട്. ഈ പൂമ്പൊടികൾ തന്നെ വെറുതെ 1-2 സ്റ്റിച്ച് അധികം നമുക്ക് ഇട്ടാൽ ഇതേപോലെ തന്നെ 1-2 സ്റ്റിച്ച് ചെറിയ രീതിയിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് പൂമ്പൊടിയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് പിക്ചറൊന്നും വരയ്ക്കാൻ അറിയില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏതിലാണോ എന്ത് പിക്ചറാണോ വേണ്ടത് അത് നമുക്ക് നമ്മുടെ ക്യാൻവാസിലേക്ക് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. എന്താണോ വേണ്ടത് അത് നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫ്രെയിമിലേക്ക് അതിനെ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് സ്റ്റിച്ചാണോ വേണ്ടത്, അല്ലെങ്കിൽ ഏത് പിക്ചറായാലും ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് നമുക്കത് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഈ ലോങ് ആൻഡ് ഷോർട്ട് ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ വർക്ക് ഇത് എംബ്രോയ്ഡറി ചെയ്ത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, അങ്ങനെ വിചാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു ലോങ് ഒരു ഷോർട്ട്, പിന്നെ ചെറിയ സ്പേസ് വരുമ്പോൾ അവിടെ 2-3 ഷോർട്ടുകൾ ഒരുമിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വലിയ സ്പേസ് വരികയാണെങ്കിൽ അവിടെ ലെങ്ത് കൂടിയ സ്റ്റിച്ച് 2-3 എണ്ണം അടുപ്പിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ നമുക്ക് ഒരു എംബ്രോയ്ഡറി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അവരവർ ചെയ്യുമ്പോൾ നമുക്ക് ലെഷർ ടൈമിലൊക്കെ നമ്മളിരുന്നത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമ്മൾ തന്നെ ചെയ്തതാണല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകും. ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇത് മറ്റൊന്നും ചിന്തിക്കേണ്ട, നമുക്കൊരു വർക്ക് നമ്മളെക്കൊണ്ടും കഴിയും എന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട്. ഇത് ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്. എന്നാലും നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് കുറച്ച് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഭംഗി കൂട്ടാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന നൈറ്റിയിൽ നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ പില്ലോ കവറിൽ ഉപയോഗിക്കാം, ബെഡ്ഷീറ്റിൽ ഉപയോഗിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.